പച്ചക്കറിയിൽ നമ്മൾ എന്തൊരു ചെറിയൊരു കൊല്ല നട്ടാൽ പോലും അതിൽ നന്നായിട്ട് കീടശല്യം ബാധിക്കും. പച്ചക്കറി എന്നല്ല, ഇപ്പം പഴച്ചെടികളാണെങ്കിലും അല്ലെങ്കിൽ പൂച്ചെടികളാണെങ്കിലും എല്ലാത്തിലും നന്നായിട്ട് കീടശല്യം ആക്രമിക്കും. അപ്പം നമ്മൾക്ക് ഒരു കൈ കൊണ്ട് ഒരു പരിധി വരെയൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കീടനാശിനി, ജൈവ കീടനാശിനി എന്തെങ്കിലും ഒന്ന് അടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്പ്രേ ബോട്ടിൽ മേടിക്കാമെന്ന്. എൻ്റെ കയ്യിൽ സ്പ്രെയർ ഉണ്ടായിരുന്നു. നമുക്ക് ഈ കടകളിലൊക്കെ കിട്ടത്തില്ലേ, ഈ 40 രൂപയ്ക്ക് 30 രൂപയ്ക്കൊക്കെ സ്പ്രെയർ കിട്ടത്തില്ല, അതുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് കൈക്ക് നല്ല വേദനയെടുക്കും. ഇതാകുമ്പോൾ നമ്മൾ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തോളും. അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു മുരിങ്ങ കമ്പ് കിട്ടിയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ വീട് പണിയുടെ സമയത്താണെങ്കിൽ അത് ഒടിഞ്ഞു പോയി. പിന്നെ അത് കുഴിച്ച് വെക്കാനൊന്നും ആ ഒരു ടൈമിൻ്റെ സമയം കിട്ടില്ല. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു മുരിങ്ങയുടെ കമ്പ് കിട്ടിയിട്ടുണ്ട്. അത് പച്ചനെയും കൊണ്ട് അവിടെ കുഴിപ്പിച്ച് വെക്കുക. വൈകിട്ടായപ്പോഴത്തേക്കിന് കണ്ണിന് കുളിർമയേകുന്ന അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇന്ന് ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനായിരുന്നു. കാണാൻ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഇതിലും മനോഹരമായിരുന്നു, കാണാൻ അടിപൊളിയായിരുന്നു. ചന്ദ്രനുള്ളിലെ ആ കറുപ്പുണ്ടല്ലോ, ആ കറുപ്പ് കണ്ടിട്ട് അമ്മ പറയുമായിരുന്നു, ഭഗവത്ഗീതയിൽ അതിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നുണ്ട്, അത് കൃഷ്ണനാണെന്നും ആ കറുപ്പ് കാണുന്നത് കൃഷ്ണനാണെന്ന് അമ്മ പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു രൂപം, എന്തോ ഒരു കൃഷ്ണൻ്റെ പോലത്തെ ഒരു രൂപം അതിൽ കാണും. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ. എന്നിരുന്നാൽ കൂടി ഭൂമിയെപ്പോലൊക്കെ അതൊരു ഗ്രഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ.